ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ തീ പോലും കത്തിക്കാതെ തന്നെ വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റ്സാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് നമ്മളിവിടെ 200 ഗ്രാം ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 100 ഗ്രാമോളം പിസ്താച്ചിയോടെ മിൽക്ക് മേഡാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാ മിൽക്ക് മേഡ് ഉണ്ടെന്നുണ്ടെങ്കിലും മതി കേട്ടോ. ഇനി നമുക്കിത് നന്നായി നനഞ്ഞ് വരുന്നത് വരെ നമുക്കിത് മിക്സാക്കി എടുക്കണം കേട്ടോ. നമുക്ക് കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലായി വരണം കേട്ടോ. ഇപ്പം നമ്മൾ കുറച്ചുകൂടി മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നല്ലോണം ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഉരുട്ടിയെടുത്തതിൽ നിന്ന് നമുക്ക് ഒരു 1/4 ഭാഗം മാറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൊക്കോ പൗഡർ ഇട്ടിട്ടും കൂടി കളറില്ലാത്തത് നമ്മൾ ഗ്രീൻ മിൽക്ക് മേഡ് ഒഴിച്ചതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതാക്കണം, ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഗ്രീൻ കളറുള്ള ഭാഗം ഒരു ചപ്പാത്തിയൊക്കെ പരത്തുന്ന കോയിലില്ലേ, അത് വെച്ചിട്ടൊന്ന് നല്ലോണം പരത്തിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമ്മുടെ കൊക്കോ പൗഡറിൻ്റെത് ഇതുപോലെ ഒന്ന് റോളാക്കിയിട്ട് മിഡിൽ വെച്ച് എടുത്തങ്ങായി നമുക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് ഇത് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാക്കണം, നമ്മൾ നല്ലോണം റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊരു ഷേപ്പ് വരാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, കൈമേൽ വെച്ചിട്ട്. എന്നിട്ട് അവസാനമായിട്ട് നമ്മൾ കുറച്ചുകൂടി ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഇട്ടിട്ട് ഇതൊന്ന് മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്ര പണിയുള്ളൂ കേട്ടോ. നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയതാണ്. നമ്മളിത് തീ പോലും കത്തിക്കേണ്ട. അങ്ങനെയെല്ലാം നമ്മളിത് ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടിലിട്ട് മുക്കിയെടുക്കുന്നുണ്ടെങ്കിൽ റെഡി ആയിട്ടോ. റെസ്റ്റ് ചെയ്യാനോ ഒന്നും തന്നെ വെക്കേണ്ട. ഇതുപോലെ നമുക്ക് ഡയറക്റ്റായിട്ട് കഴിക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഫോട്ടോസ് അയച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. മറ്റൊരു അടിപൊളി വീഡിയോ വരുന്നതുവരേക്കും ബൈ.